ഇവിടെ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ പാലാഴി മഥനം, കൂർമാവതാരം തുടങ്ങിയ ഭാഗങ്ങൾ പ്രതിപാദിക്കുന്ന 27ാമത്തെ ദശകത്തിലെ 2ാമത്തെ ശ്ലോകം നാം ചർച്ച ചെയ്യുന്നു. ശാപേന പ്രഥിതജരേഥ നിർജരേന്ദ്രേ ദേവേഷ്വപ്യസുരജിതേഷു നിഷ്പ്രഭേഷു ശർവാദ്യാഃ കമലജമേത്യ സർവദേവാഃ നിർവാണപ്രഭവ സമം ഭവന്തമാപുഹു. ഇനി ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. ശാപേന പ്രഥിതജരേ അഥ നിർജരേന്ദ്രേ ദേവേഷു അപി അസുരജിതേഷു നിഷ്പ്രഭേഷു ശർവാദ്യാഃ കമലജം ഏത്യ സർവദേവാഃ നിർവാണപ്രഭവ സമം ഭവന്തം ആപുഹു. ഇനി ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. ഭോ നിർവാണപ്രഭവ അഥ ശാപേന നിർജരേന്ദ്രേ പ്രഥിതജരേ സതി ദേവേഷു അപി അസുരജിതേഷു നിഷ്പ്രഭേഷു ച സതി സർവാദ്യാഃ സകലദേവാഃ കമലജം ഏത്യ സമം ഭവന്തം ആപുഹു. ഇനി ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. അല്ലയോ മോക്ഷദായകനായ ഭഗവൻ അല്ലെങ്കിൽ ഭഗവാനെ, സംസ്കൃതത്തിലാണെങ്കിൽ ഭോ ഭഗവൻ, ഇവിടെ ഭഗവാനെ. ദുർവാസാവിൻ്റെ ശാപം മൂലം ദേവേന്ദ്രൻ ജരാബാധിതനായി തീരുകയും അസുരന്മാർ ദേവന്മാരെ മുഴുവനും യുദ്ധത്തിൽ പരാജയപ്പെടുത്തുകയും ചെയ്തപ്പോൾ ദേവലോകം ആകപ്പാടെ പരിഭ്രമിച്ചു. അവർ പരമശിവനെയും കൂട്ടി സകല ദേവന്മാരും ബ്രഹ്മാവിനെ സമീപിക്കുകയും ബ്രഹ്മാവിനോടൊപ്പം അവരെല്ലാം തന്നെ ഭഗവാനെ ശരണം പ്രാപിക്കുകയും ചെയ്തു എന്ന് ശ്ലോകത്തിൻ്റെ സാരാംശം. നമസ്തേ.